നമ്മളൊരു പ്രസ് മീറ്റ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. സിംഗർ ഹനാൻഷയും കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള എൻ്റെ കാസറ്റും കൂടെ എക്സ്റ്റോർട്ട് ചെയ്തായിരുന്നു കാട്ടാളൻ സിനിമയ്ക്കകത്ത്. കാട്ടാളൻ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് 25 ലക്ഷം രൂപ ഇവന്മാര് എക്സ്റ്റോർട്ട് ചെയ്തിട്ട് അടുത്ത ദിവസം ഹനാൻഷ തന്നെ വന്ന് അംഗീകരിച്ചു. ശരിയാണ്, ഞാൻ ഇതിനകത്ത് മീഡിയേഷന് വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ പോസ്റ്റ് തന്നെ ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ഇവനെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറുള്ള ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടു. അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഞാനിത് എഡിറ്റ് ചെയ്യാൻ നിന്നു എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. എന്നാ എന്തുകൊണ്ട് 25 ലക്ഷം ചോദിച്ചതിന് ശേഷം വീണ്ടും 50 ലക്ഷം രൂപ ചോദിച്ച കാര്യം ഹനാൻഷ പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ 50 ലക്ഷം ചോദിച്ചതിന് ശേഷം ആന്റണി വർഗീസ് പെപ്പെ ഷാർജയിൽ പോയി അബ്ദുൽ ഹക്കീമിന്റെ പേരിൽ കേസ് കൊടുത്തു. അതാണ് അബ്ദുൽ ഹക്കീമിന്റെ നിലവിലുള്ള ഏക ഒരു കേസ്. അത് കാരണം ഇപ്പോൾ അബ്ദുൽ ഹക്കീമിന് ട്രാവൽ ബാൻ ഉണ്ട്. അബ്ദുൽ ഹക്കീമിന്റെ നാട്ടിലോട്ട് വരാനോ ട്രാവൽ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഈ കേസ് കൊടുത്തപ്പോൾ ഇവര് എല്ലാവരും ഞങ്ങൾ നിരപരാധിയാണെന്നാണ് ഹനാൻഷയുടെ ആൾക്കാരും ഒക്കെ പറയുന്നത്. ഈ നിരപരാധിയാണെന്ന് പറയുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് ഷാർജ കേസിനകത്ത് ഇവരുടെ കൂടെ നിൽക്കാത്തത്? ഇവര് ഇപ്പോഴും പറയുന്നു, ഇന്ന് ഈ പറയുന്ന സവാദ് എന്ന് പറയുന്ന പയ്യന്റെ ഹനാന്റെ ഒരു കൂട്ടുകാരുണ്ട്, അവന്റെ അക്കൗണ്ടിലോട്ടാണ് ഈ പൈസ പോയിരിക്കുന്നത്. ആ പയ്യനെ വിളിച്ചിട്ട് ഹനാൻ വിളിച്ചിട്ട് പറഞ്ഞു എന്ത് കാരണവശാലും കേസിന് വേണ്ടി നിൽക്കരുത് എന്ന് പറഞ്ഞ് ആ പയ്യനെ പേടിപ്പിച്ചിട്ട് നിർത്തിയിരിക്കുകയാണ് ഇപ്പൊ ഹനാൻഷ. തെറ്റ് ചെയ്യാത്തവരാണെങ്കിൽ എന്തിനാണ് നിയമത്തിന്? എന്നിട്ട് ആ കേസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കി തരാം, 25 ലക്ഷം രൂപ മതിയെന്ന്. അത് ആ സിനിമയുടെ OTT റൈറ്റ് സെല്ല് ചെയ്യുന്നതിന്റെ കൃത്യസമയം നോക്കിയിട്ട് ഇവൻ ഈ ഹനാൻ ഇതിനകത്ത് ഇടയ്ക്ക് ബന്ധമില്ലെങ്കിൽ ഹനാൻ എന്തുകൊണ്ട് പെപ്പയുടെ കൂടെ ഷാർജയിൽ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നൂടാ? ഹനാൻ ആ സവാദ് ഇപ്പൊ ഷാർജയിലുണ്ട്. സവാദ് എന്നെ ഒരു ദിവസം വിളിച്ചപ്പോൾ ഞാൻ ചേട്ടാ ഞാൻ നിന്നോളാം, ഞാൻ കൊടുത്തോളാം കേസ് ഹക്കീമിന്റെ പേരിൽ എന്ന് പറഞ്ഞ സവാദിന്റെ അക്കൗണ്ടിലോട്ടാണ് മറ്റേ പൈസ പോയിരിക്കുന്നത്. അപ്പൊ ഇവൻ പറയാണ്, അടുത്ത ദിവസം വിളിച്ചപ്പോ പറയാണ് ഹനാൻഷ പറഞ്ഞു ചെയ്യണ്ട, അതുകൊണ്ട് ഞാൻ ഇടപെടുന്നില്ല എന്ന്. നിയമത്തിന് എന്തിനാണ് ഹനാൻഷ പേടിക്കുന്നത്? അല്ല, ഹനാൻഷക്ക് ഇത്ര അധികം എമൗണ്ട് ഒക്കെ ഉള്ള ഹനാൻഷ എന്തിനാണ് ഈ ചെറിയൊരു പൈസ മേടിച്ചു എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നില്ല. അബ്ദുൽ ഹക്കീമിന്റെ അക്കൗണ്ടിലോട്ടാണ് പൈസ പോയിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് കേസിന്റെ കൂടെ നിൽക്കുന്നില്ല? ഇതിനകത്ത് ഒരു ഇൻവോൾവ്മെന്റ് ഇല്ല. കാരണം കേസിൽ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഹനാൻഷി അബ്ദുൽ കൂടെ ഹക്കീം കൂടെ ഉള്ള ചാറ്റുകൾ പുറത്തു വരും. ആ സമയത്ത് ഏത് രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നതെന്ന് പറയും. ഇതെല്ലാം വരാനുള്ള പേടി കാരണമായിരിക്കും. ഉമ്മാരെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും എടുക്കാൻ പറ്റും പോലീസുകാർക്ക്, അതും ദുബായ് പോലീസ് അറിയാലോ. അപ്പോ അതാണ് പറയാനുള്ളത്. പിന്നെ മെയിൻ ആയിട്ട് ഇത്രേ ഉള്ളൂ ഓൺലൈൻ കോടതികളുടെ കേസ്. നമുക്ക് പറയാനിരുന്നൊരു വിഷയമാണ്. ഇപ്പൊ അതേ കമന്റ് എനിക്കും വരുന്നുണ്ട്, എനിക്ക് വരുന്ന തുടങ്ങിയിട്ടില്ല. ഇല്ല, തെറ്റ് ചെയ്യാതെ കൊടുത്ത കാലം നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ പേഴ്സണൽ ലൈഫിൽ ഓരോരുത്തർ ചെയ്യുന്ന പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് കോണ്ടന്റ് ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ എല്ലാരും മാറും കൂടാ. അല്ലെ, മാന്യന്മാരല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ചിന്ത വേണം. എല്ലാരും മാന്യന്മാരാണ്. അല്ല, എന്റെ കാസറ്റുമായിട്ട് നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടായിരുന്നു? ഞങ്ങൾ എല്ലാവരും നല്ല സുഹൃത്തുക്കളായിരുന്നു. അതിന്റെ ഇടയ്ക്ക് കൂട്ടത്തിൽ നിന്നിട്ട് തന്നെ ഈ പറയുന്ന തന്തയിലായ്മ ചെറ്റത്തരങ്ങൾ നമുക്ക് കാണിച്ചു. അല്ല, അത് ഈ കഴിഞ്ഞവണ്ണം നമ്മൾ സംസാരിച്ചപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴാണ് കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് ഉൾപ്പെടെ. ഞാനിതൊന്നും അറിയില്ല. കാര്യം എല്ലാവരും നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന ഒരു വ്യക്തിയാണ്. അതിന്റെ ഇടയിൽ എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് പണികൾ വരുന്നുണ്ടായിരുന്നു. ഇതാണ് ടെസ്റ്റ്. അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ നിനക്ക് അറിയാം. ഈ ഒരു കേസ് ഇല്ലല്ലേ, കാര്യങ്ങൾ സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം എന്റെ കാസറ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, മറുപടിയും കൊടുത്തിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതിനകത്ത് ഇവൻ പറഞ്ഞിരിക്കുന്നത്? ആ വീഡിയോക്കകത്ത് തന്നെ തമാശയാണ്. ഒന്നാമത്തെ കാര്യം ഇവന് ഡ്രഗ് അടിച്ച് പറയുന്നത് മനസ്സിലാവുന്നില്ല. അത് പോട്ടെ. എന്നിട്ട് ഇവൻ പറഞ്ഞു ഞാൻ കാരക്കാടൻ സുലൈമാനെയും സഫ്വാനെയും ഒക്കെ കാണാൻ പോയിരുന്നു. അയാത് ഞാൻ കാരക്കാടൻ സുലൈമാനെ കാണാനില്ല, സഫ്വാനെ കാണാൻ വേണ്ടി പോയ സമയത്ത് അന്നത്തെ ദിവസം അവിടെ കാരക്കാടൻ സുലൈമാനും അജ്മിയുടെ കുറച്ച് ആൾക്കാരും അങ്ങനെ കുറെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. യാദൃശ്ചികമായിട്ട് ഞങ്ങൾ അവരെ കണ്ടു, ഞങ്ങളൊരു കൈ കൊടുത്തു, ഒരു ചായ കുടിച്ചു, പിരിഞ്ഞു. ഈ പിരിഞ്ഞതിന് പറയുകയാണ് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള വലിയ വലിയ പ്രമാണിയായിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ പോയി എക്സ്റ്റോർട്ട് ചെയ്യണം. എന്തിന്? അതിന്റെ ആവശ്യം എന്താ? ഇവരിങ്ങനെ ഓരോ കഥകൾ പറയാം. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അവൻ ഇപ്പൊ ചാനലിൽ പറയുന്നു അല്ല അവര് ചുമ്മാ കാണാൻ പോയതാണ്. എന്നാ പിന്നെ അങ്ങനെയല്ലേ കോണ്ടന്റ് ചെയ്യേണ്ടത്? പിന്നെ ഇതാ മാനിപ്പുലേഷൻ ആണ് ഇവന്റെ കോണ്ടന്റ്, വേറെ ഒന്നുമല്ല. എന്നിട്ട് ആൾക്കാരെ പൈസ മേടിക്കാം. ഇന്നത്തെ ഈ പ്രസ് മീറ്റ് ഒരു വലിയൊരു ചർച്ചയായ ഒരു കാര്യമാണ്. ഇന്നത്തെ ഈ ഡേറ്റ് ഡിക്ലെയർ ചെയ്തത്. പക്ഷേ നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് ഇതായേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു ഔട്ട്ലൈൻ ഒന്നും കൂടി ഒന്ന് റീവർക്ക് ചെയ്തിട്ട് മേ ബി, കാരണം ആൾക്കാർക്ക് ആർക്കും ഈ പറയുന്ന പ്രസ്സിലുള്ള ആൾക്കാർക്ക് ആർക്കും എന്റെ കാസറ്റ് ആയിരുന്നു അറിയില്ല. അപ്പോ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ക്ലാരിറ്റിയോടെ നടത്തേണ്ടി വരും എന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പൊ നമ്മൾ. കഴിഞ്ഞ തവണ ഒരു പ്രസ് മീറ്റ് അറ്റൻഡ് ചെയ്തായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഇവർക്ക് അറിവില്ല. പക്ഷെ അത് ഈ വിഷയമല്ല, അത് ചാനൽ റൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ. പക്ഷെ എന്താണ് അനന്തു എന്നുള്ളത് ഇവർക്ക് അറിയാമല്ലോ, അല്ലെങ്കിൽ സ്നേഹം പറക്കട്ടെ എന്നുള്ള ഒരു. എന്റെ കാസറ്റ് ആരാന്ന് കുറച്ച് ആൾക്കാർക്ക് അറിയില്ല.
അപ്പൊ അങ്ങനെ കുറച്ച് ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടായി. സ്വന്തം ചാനലിലൂടെ ഇത് പുറത്തുവിടാവുന്ന ഒരു കേസ് കിട്ടായിരുന്നു, പിന്നെ എന്തുകൊണ്ടാണ് ഒരു തുടങ്ങുമ്പോൾ ചാനൽ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മള് ഹനാൻ ഷാ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒക്കെ കോണ്ടന്റ് തന്നെ ഡിലീറ്റ് ആയി. അതാണ് പ്രശ്നം. നിങ്ങളും പേടിച്ചു, നിങ്ങളുടെ ചാനലും പോകും ചിലപ്പോ. അത് ഒരു എന്താണ് അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചാനൽ അത് പേടിക്കണ്ട. ഈ തുടങ്ങുന്ന ചാനലുകളെല്ലാം പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഹനാൻ ഷായുടെ PR ഹെവിയാണ്. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അവർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ക്ലെയിം ചെയ്യാൻ പറ്റും അവന്റെ ഫോട്ടോയോ അവന്റെ പേരോ ഉപയോഗിക്കുന്നതിനകത്ത്. അവന്റെ പേര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹറാസ്മെന്റ് ആൻഡ് ബുള്ളിങ് വെച്ചിട്ട് അവൻ ചെയ്യും. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ലോ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഇനി പല നമ്മുടെ കേസുകളിലും ഡിജിറ്റൽ നമ്മൾ പേര് യൂസ് ചെയ്യണ തത്തുമ്മ പാത്തുമ്മ ബിയാത്തുമ്മ എന്നൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അതാണ് അവസ്ഥ.